ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കുനിയാണ്. അപ്പോൾ ഇതേ ശങ്കു ദേണ്ട ഗുരുവിനെ ഇരിക്കുന്നത് പോലെ ധ്യാനത്തിലിരിക്കുകയാണ് ആൾ. അപ്പോൾ ഗൗരി ദേണ്ട അങ്ങോട്ടേക്ക് ഗൗരിയും ഒരുങ്ങി നല്ല രാധ വരുന്നത് പോലെയൊക്കെയാണ് ദേണ്ട വന്നിരിക്കുന്നത്. ഇപ്പോൾ ശിവനും പാർവതിയും പോലെ വന്നിട്ട് മഹാദേവ ധ്യാനത്തിൽ നിന്ന് ഉണർന്നാലും എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണ് തുറക്കുന്നില്ല. ദേ ശങ്കു, മര്യാദയ്ക്ക് കണ്ണ് തുറന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പിച്ചങ്ങ് വെച്ച് കൊടുത്തു. അപ്പോഴാണ് ശങ്കു കണ്ണ് തുറന്നത്. അതുവരെ ശങ്കു കണ്ണടച്ച് മനഃപൂർവ്വം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് എഴുന്നേറ്റിട്ട് എന്ത് വേണം? അല്ല, ഇതാര്? പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ മകൾ ഗൗരി അല്ലേ? ആ, ഞാൻ പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ മകൾ ഗൗരി മാത്രമല്ല, ഈ ഇരിക്കുന്ന ശങ്കർ മഹാദേവൻ്റെ ഭാര്യ കൂടിയാ. ആ കാര്യത്തിൽ ഈ ലോകത്തും പരലോകത്തും യാതൊരു വക തർക്കവും ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. പിന്നിപ്പോൾ എന്താണ് ഭവതിയുടെ ഇപ്പോൾ പ്രശ്നം? അരുൾ ചെയ്യൂ. ശങ്കു, മര്യാദയ്ക്ക് സംസാരിക്കുന്നുണ്ടോ? എൻ്റെ പൊന്നക്കിടാവേ, എന്താ നിൻ്റെ പ്രശ്നം? ഹോ, സമാധാനമായി, തൃശ്ശൂർ സ്ലാങ് തിരിച്ചു കിട്ടിയല്ലോ. എൻ്റെ ഗൗരി, നിൻ്റെ പ്രശ്നം എന്താ? ആദ്യം നീ അതങ്ങ് പറയുക. ധ്യാനം തുടരേണ്ട സമയമായി. എനിക്കൊരു കാര്യം അറിയണം, അതിന് ശേഷം ധ്യാനിച്ചാൽ മതി. എന്താ പെണ്ണെ നിനക്കറിയേണ്ടത്? അത് നീ പറ. എനിക്കാണോ ആ ഗംഗയ്ക്കാണോ? ആർക്കാ ശങ്കർ സ്വന്തം ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതിപ്പോൾ പറയണം, പറഞ്ഞേ പറ്റൂ. അപ്പോഴേക്കും ഗംഗ അതേണ്ട അങ്ങോട്ടേക്ക് എത്തുകയാണ് ഈ ചോദ്യം കേട്ടിട്ട്. അപ്പോൾ വേഗം കയറി വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേനും ഗൗരിയുടെ മുഖഭാവം മാറി. ഗംഗയെ കണ്ടപ്പോൾ തന്നെ ആൾ ദേഷ്യത്തിലായി. ഗംഗ നേരെ നമ്മുടെ ശങ്കുൻ്റെയും ഗൗരിയുടെ അടുത്തേക്ക് വന്നു. ഇത്രയും നാളും ഞാൻ ജടയിൽ ഒളിച്ചിരുന്നതല്ലേ, ഇനിയെങ്കിലും നമുക്ക് ഒന്നിച്ച് ജീവിച്ചൂടെ മഹാദേവ? ഗൗരി, ഈ കിടാവിൻ്റെ ചോദ്യം ന്യായമല്ലേ? നീ എന്നെ മനസ്സിൽ ധ്യാനിക്കുന്നതിന് മുൻപ് എന്നെ ധ്യാനിച്ച് നടക്കുന്നയാളായി നിൽക്കണത്. ഇനിയെങ്കിലും ഈ കിടാവിന് ഞാനൊരു ലൈഫ് കൊടുക്കണ്ടേ? അപ്പം ഞാനോ? ശങ്കറിന് എന്നോടുള്ള പ്രണയം ഇത്ര വേഗം അവസാനിച്ചോ ശങ്കർ ഇനി എന്ത് തീരുമാനിച്ചിരിക്കണത് എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കർ മിണ്ടിയില്ല. ശങ്കർ വേഗം ചാടി എഴുന്നേറ്റു. ഗൗരി, ഇനി ഗംഗയ്ക്കൊപ്പം കഴിയാനാ എൻ്റെ തീരുമാനം. അപ്പം ഞാനിനി എന്ത് ചെയ്യും? അപ്പോൾ ഗംഗ വേഗം ഓടി ചെന്ന് ശങ്കുവിനെ കെട്ടിപ്പിടിക്കുക. ശങ്കർ എൻ്റേതാ, ശങ്കറിനെ ഞാൻ നിനക്കിനി വിട്ടു തരില്ല എന്ന് പറഞ്ഞ് ശങ്കറിൻ്റെ തോളിലേക്ക് ചാഞ്ഞ് ആളിങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഇതാണ് ആൾ സ്വപ്നം കണ്ടാട്ടോ. ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു. എൻ്റെ ഈശ്വര, പുലർച്ചെ കാണുന്ന സ്വപ്നം വലിക്കൂന്നല്ലേ? ഇനി ചിലപ്പോൾ ശങ്കർ എന്നോട് മനഃപൂർവ്വം വഴക്കുണ്ടാക്കി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെങ്കിലോ? എവിടെയായിരിക്കും ശങ്കർ? അപ്പോൾ ആകെ സങ്കടത്തിലായി. എൻ്റെ ശങ്കറിനെ എനിക്ക് വിശ്വാസമാണ്, പക്ഷേ ആ ഗംഗ എനിക്ക് ഒട്ടും വിശ്വാസമില്ല, അവളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി എഴുന്നേറ്റിരിക്കുകയാണ്. ഇനി ശങ്കർ എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? അപ്പോൾ വേഗം തന്നെ ആൾ എഴുന്നേറ്റിട്ട് പുറത്തൊക്കെ ചെന്ന് നോക്കുകയാണ്. അപ്പോൾ ശങ്കറിനെ കാണുന്നില്ല. ശങ്കർ എവിടോട്ടായിരിക്കും പോയിരിക്കുക? സാധാരണ എന്നോട് വഴക്കിട്ട് ഹോളിലെ സോഫയിലാണല്ലോ കിടന്ന് ഉറങ്ങാറുള്ളത്. പക്ഷെ അവിടെയാണെങ്കിൽ ഇപ്പോൾ കാണുന്നില്ല, ഇവിടെയും കാണുന്നില്ല. ഇതെവിടെ പോയി? ഇനിയിപ്പോൾ ചിലപ്പോൾ ഗംഗയുടെ റൂമിൽ വല്ല ഉണ്ടാവുമോ? ഞാൻ എന്താ ഈ ചിന്തിക്കുന്നത്? ഒരിക്കലും ശങ്കർ അങ്ങനൊന്നും ചെയ്യില്ല. എനിക്കല്ലാതെ മറ്റൊരാൾക്കും ശങ്കറിൻ്റെ മനസ്സിൽ ഇടവില്ല, അതെനിക്ക് ഉറപ്പാണ്. ഗംഗ വന്ന അന്ന് മുതൽ എനിക്കെന്താ ഈ സംഭവിച്ചതെന്നാണ് എനിക്കറിയാത്തത്. അനാവശ്യമായിട്ട് ഞാൻ ശങ്കറിനെ സംശയിക്കുക, വേണ്ടാത്തൊക്കെ ഞാൻ ചിന്തിച്ചു കൂട്ടുക. എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുക? ഇനിയിപ്പോൾ ശങ്കറിനോടുള്ള എൻ്റെ ഭ്രാന്ത് പിടിച്ച സ്നേഹമായിരിക്കുമോ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നത്? സ്നേഹത്തിന് ഒരാളെ ഇത്രയധികം പൊസസീവ് ആക്കാൻ പറ്റുമോ? പറ്റും, അതിപ്പം മനസ്സിലായി. ശങ്കർ ഇവിടെ ഉണ്ട്, ഇനിയിപ്പോൾ എവിടെയായിരിക്കും? ഇനി ചിലപ്പോൾ ടെറസിലുണ്ടെങ്കിലോ? ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഗൗരി ചെല്ലുമ്പോഴത്തേനും ആളിത് ടെറസിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ നേരെ ഗൗരി ചെന്ന് അടുത്തിരുന്നിട്ട് ശങ്കു നല്ല ഉറക്കത്തിലാണ്. എൻ്റെ പൊന്നോ, എന്താ ഒരു ലുക്ക്! ചുമ്മാതല്ല പെൺപിള്ളേർ പിന്നിൽ നിന്ന് മാറാത്തത്. എൻ്റെ ദൈവമേ, സഹിക്കാൻ വരണില്ല. ഈ മീശ അങ്ങോട്ട് എടുപ്പിച്ചാലോ? അയ്യോ എന്ന് പറഞ്ഞ് ഇത് തന്നെ ആളിങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് വേഗം തന്നെ ശങ്കറിൻ്റെ അടുത്തേക്ക് കയറി കിടന്നു. എന്നിട്ട് ശങ്കറിൻ്റെ അടുത്ത് തന്നെ കിടന്ന് ആളത് നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന് ആളൊന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേനും ഗൗരി നോക്കുമ്പോൾ ശങ്കുവിനെ കാണാനില്ല. നേരം വെളുത്തും പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതേ മെസ്സേജ് കിടക്കുന്നു. എൻ്റെ ഗൗരി,
നീ എന്നോട് വഴക്കിട്ടല്ലേ ഞാൻ മുറിയിൽ നിന്ന് പുറത്തു പോയത്, അതുകൊണ്ടല്ലേ നിനക്ക് തണുപ്പത്ത് വന്ന് കിടക്കേണ്ടി വന്നത്. എന്നാൽ ഞാനൊരു രഹസ്യം പറയാട്ടോ. ഇന്നലെ നീ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലേ, പിന്നെ അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ വേഗം ആൾ ശങ്കറിനെ ഓർക്കുകയാണ്. ശങ്കർ പറയുന്നത് മെസ്സേജ് അയച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ വേഗം തന്നെ, അതെ നീ ഇന്നലെ എന്തിട്ടാ ചെയ്തതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ഗൗരിയെ? പറയാം, നിനക്കെൻ്റെ മീശ പഠിപ്പിക്കണം അല്ലേടി. ദേ പെണ്ണേ, ഈ മീശയും താടിയൊക്കെ ആട്ടോ നമ്മുടെ ലുക്ക്. ഇതൊക്കെ പഠിച്ചാലേ അതെങ്ങാനും എടുത്തു കഴിഞ്ഞാൽ കാണാൻ ഒരു ചന്തം ഉണ്ടാവില്ല കേട്ടോ. അയ്യോ ശങ്കർ, ഞാനത് വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ. തമാശൊന്നും അല്ല, നീ എൻ്റെ മീശമേ കണ്ണു വെച്ചിട്ട് കുറേ നാളായെന്ന് എനിക്കറിയാം. അല്ലയുണ്ടല്ലോ നീ എൻ്റെ നെഞ്ചിൽ തലചായ്ച്ചിറങ്ങി. ഇപ്പോഴും നോക്കിയേ, ഇപ്പോഴും എൻ്റെ ഇടനെഞ്ചിൽ നിൻ്റെ ഒരു മണം ഉണ്ട് കേട്ടോ ഗൗരിയെ. എന്ത് രസാ പെണ്ണേ നിൻ്റെ ഈ നാണം കാണാൻ. അറിയോ നിനക്ക്, ഞാനൊരു കവി എങ്ങാണോ ആയിരുന്നെങ്കിലുണ്ടല്ലോ നിൻ്റെ നാണത്തെക്കുറിച്ച് 2 വഴി കവിത സ്പോട്ടിൽ തന്നെ ഞാൻ എഴുതിയേനെ. ഞാനൊരു പടംവക്കാരനോ മറ്റോ ആയിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ വരയ്ക്കണ ഏറ്റവും മനോഹരമായ ചിത്രമായിരിക്കും നാണത്തിൽ കുതിർന്നു നിൽക്കുന്ന എൻ്റെ ഗൗരിയുടെ ചിത്രം. പിന്നെ ഞാനൊരു കഥയെഴുത്തുകാരനായിരുന്നെങ്കിലുണ്ടല്ലോ എൻ്റെ പൊന്നോ ഏറ്റവും നല്ലൊരു കഥ അത് നീ ആയിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഗൗരി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതൊക്കെയാണ്. അപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് താൻ ഫോണിലാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണമെന്ന്. ശംഖുവിൻ്റെ കഥയും കവിതയും ചിത്രവും ഒക്കെ ആവണം. എൻ്റെ ശംഖുവിൻ്റെ എല്ലാം ആവണം എനിക്ക് അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം എന്ന് ഗൗരി ഇങ്ങനെ ശംഖുവിനോട് തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കാണ്, അതെ നിന്നെ ഇന്നലെ ഞാൻ ഉറങ്ങില്ല കേട്ടോ. നിന്നെ നോക്കിയിരുന്നാൽ എങ്ങനെയാണ് ഞാൻ ഉറക്കം വരിക? ഇങ്ങനെ ഞാൻ താടി കയ്യും വെച്ച് നോക്കിയിരുന്നു കേട്ടോ. ഇന്നലെ നല്ല കുളിരുണ്ടായിരുന്നു കേട്ടോ എൻ്റെ നെഞ്ചിലേ. ഇന്നലെ നിലാവിൻ്റെ തണുപ്പായിരുന്നോ അതോ നീ പകർന്നു തന്ന തണുപ്പായിരുന്നോ ഏതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, അപ്പം ഇതിങ്ങനെ ആലോചിച്ച ആൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നോക്കുമ്പോൾ ശംഖുവിനെ കാണുന്നില്ല. അപ്പം ശംഖുവിനെ സ്വപ്നം കണ്ടാണല്ലോ ഇതൊക്കെ കേട്ടത്. വേഗം വീണ്ടും ഫോൺ എടുത്ത് വെച്ച് നോക്കി. അപ്പോൾ ഫോണില്ലാത്ത അത് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ശംഖുലെ ആ കുളിർന്ന പവറിലെ അതുപോലെ തന്നെ എൻ്റെ ചുംബനത്തിൻ്റെ ചൂട് നിൻ്റെ നെറ്റിയിൽ ഇപ്പോഴും ഉണ്ടാവും. നീ ഒന്ന് തൊട്ട് നോക്കിയേ ഗൗരി. ആൾ തൊട്ട് നോക്കുകയാണ്, പൊട്ടന്മാരെ കാണിക്കണ പോലെ കാഴ്ച. അപ്പോൾ അതേണ്ട ഗൗരി വന്ന് കിടന്നു. അപ്പോൾ ഗൗരി ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ശംഖു ആൾ പിടിച്ച് മാറ്റി കിടത്തി. എന്നിട്ട് നെഞ്ചിൽ ചൂടൊക്കെ കൊടുത്ത് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ശങ്കർ ഗൗരീനെ കിടത്തുറക്കിയത്. ഗൗരിയുടെ ഉറക്കമൊക്കെ കണ്ട് ആസ്വദിച്ച് ആൾക്ക് ഉറങ്ങാനും സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊക്കെ ഓർത്തപ്പോഴത്തേനും ഗൗരിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് ശംഖുവിനെയാണ്. അപ്പോൾ ശംഖു രാവിലെ ശംഖുവിൻ്റെ പണി തുടങ്ങി. അപ്പോൾ നേരെ ശാന്തി നമ്മുടെ അമ്പലത്തിൽ പോയി അവിടെ ചെന്നിട്ട് അതേണ്ട ഉടുക്ക കുട്ടി പാട്ട് പാടുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ഗംഗ അതിലെ ചെല്ലുന്നത്. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന ശംഖുവിനെ കാണുന്നത്. ശംഖുവിനെ കണ്ടപ്പോഴത്തേനും ആൾ ഞെട്ടിപ്പോയി. ഈ പാട്ടും ഈ വേഷവും ഭാവവും ഒക്കെ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ആളിങ്ങനെ അതിശയത്തോട് നോക്കി നിൽക്കുകയാണ്. ശംഖു എന്ന ഈ കോലത്തിൽ, അതും ഇവിടെ ഒരു പിടുത്തവും കിട്ടണില്ലല്ലോ. ഇത് ചാരങ്ങാട്ട് ശംഖു തന്നെയല്ലേ, മഹാദേവൻ്റെ മോൻ തന്നെയല്ലേ ഈ നിൽക്കണത്? അപ്പോൾ അതൊരു സംശയം. അപ്പോൾ ഇതേണ്ട നമ്മുടെ തിരുമേനി ഇറങ്ങി വന്നു. തിരുമേനി ഇത് പ്രസാദവും ചന്ദനവും ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ശങ്കറിന് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി ശങ്കറിനോട് പറയണം, അതെ ശങ്കർ, ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഒരു വീട് ഒഴിവുണ്ട് കേട്ടോ. ശങ്കർ കുറേ ദൂരത്തു നിന്നല്ലേ പറഞ്ഞത്. ഇവിടെ വാടകയും കുറവാണ്. ഇവിടെ താമസിച്ചാൽ പെട്ടെന്ന് പോയ പെട്രോൾ കാശ് തനിക്ക് ലാഭമാവില്ലേ? കുഴപ്പമില്ല തിരുമേനി, ഞാൻ വീട്ടിൽ നിന്ന് വന്നോളാന്നേ എന്ന് പറഞ്ഞു. വീട്ടിൽ ഭാര്യ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ ചെന്നില്ലെങ്കിൽ അവൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല എന്ന് പറഞ്ഞു. എടോ, താൻ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് വെറുതെ കാശ് കളയണത്? പണം അനാവശ്യമായിട്ട് കളയേണ്ട കാര്യമുണ്ടോ? ദിവസവും 800 ചില്ലായിരം രൂപയല്ലേ തനിക്കിവിടെ ആകെ കിട്ടണത്. അതുകൊണ്ട് ഒരു കുടുംബം കഴിയാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്കറിയാട്ടോ. വലിയ ബുദ്ധിമുട്ടാവൂലേ കുടുംബത്ത്? തൻ്റെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തന്നെയാട്ടോ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പകുതി വാടകയ്ക്ക് ആ വീടങ്ങോട്ട് റെഡിയാക്കിയത്. അഡ്വാൻസ് ഒന്നും കൊടുക്കണ്ട. 1 മാസം കഴിയുമ്പോൾ ഒരു നിശ്ചിത തുക വാടകയായിട്ടങ്ങ് കൊടുത്താൽ മതിയേ. താൻ എന്തായാലും ആ വീടൊന്ന് താൻ വന്ന് കണ്ടു നോക്ക്. ബാത്റൂം പുറത്താം, പക്ഷെ ഇഷ്ടപ്പെടും.
നല്ല അന്തരീക്ഷമാണ് ഉള്ളത്. ഇഷ്ടമായെങ്കിൽ താനവിടെ കൂടിക്കോടോ. ആഴ്ചയിൽ 1-2 ദിവസം നമുക്ക് വീട്ടിൽ പോവാലോ. പകുതി വാടക ആയതുകൊണ്ട് ബാക്കി ശമ്പളം മുഴുവൻ തനിക്ക് വീട്ടിലേൽപ്പിക്കുകയും ചെയ്യാം. വീട്ടിലെ ബുദ്ധിമുട്ട് അത്രയും കുറഞ്ഞു കിട്ടില്ലേ? ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് ഗംഗ ഇങ്ങനെ അതിശയത്തോടെ നോക്കുകയാണ്. ചാരങ്ങാട്ട് മോന് ബെസ്റ്റ്, കാശിന് ബുദ്ധിമുട്ടോ? അമ്പടാ ശങ്കു, ചാരങ്ങാട്ട് മഹാദേവൻ്റെ മോനാണെന്ന് താനിവിടെ ആരോടും പറഞ്ഞിട്ടില്ല അല്ലേ? എടാ കുട്ടിശങ്കര, താൻ ആള് കൊള്ളാട്ടോ, പൊളിയാട്ടോ. എന്നാ ശരി എന്ന് പറഞ്ഞു. അപ്പം ശങ്കു ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദേ തിരിഞ്ഞു നോക്കുമ്പം ആളെ കണ്ട് ഞെട്ടി തരിച്ചു പോയി. മറ്റാരുമല്ല, നമ്മുടെ ഗംഗയാണ്. അപ്പോഴാണ് മുന്നിലേക്ക് വന്ന് പെട്ടത്. കൊള്ളാം എന്ന് പട്ടില്ല നല്ല തലയാട്ടി കാണിക്കുകയാണ് ഗംഗ. എൻ്റെ ഈശ്വരാ, കുഴപ്പമായി എന്നാണ് തോന്നണത്. ഗംഗ ഇനിയെല്ലാം ചെന്ന് അച്ഛനോട് പറയുമോ? ആകെ പിടിക്കപ്പെടുവോ? ചിരിക്കണോ ചിരിക്കാതിരിക്കണോ എന്നറിയാത്തൊരവസ്ഥയിൽ ശങ്കർ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ വേണിനെയാണ്. അപ്പം ഞാൻ മുത്തശ്ശിയുണ്ട്, ചൂലും പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? അതിന് ഈ മുത്തശ്ശി സത്യമല്ലേ പറയുള്ളൂ. നിന്നോട് എപ്പോഴെങ്കിലും ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചോ? അതില്ല, പക്ഷേങ്കിൽ എന്നാലും മുത്തശ്ശി. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അപ്പം നീ റെസ്റ്റ് എടുക്കാണോ? എൻ്റെ മുത്തശ്ശിയെ 5 മിനിറ്റ് ഇരിക്കട്ടെ, 5 മിനിറ്റ് ഇരിക്കട്ടെ. വേണി, ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യണം, റെസ്റ്റ് എടുക്കുമ്പോൾ റെസ്റ്റ് എടുക്കണം. അതാ എൻ്റെ ഒരു രീതി. അപ്പം മിണ്ടാതിരിക്കുകയാണ്. 5 മിനിറ്റ് റെസ്റ്റ് ഇല്ല, എഴുന്നേക്ക്, നീ വേഗം തൂത്തങ്ങ് വൃത്തിയാക്കിയേ എന്ന് പറഞ്ഞു. അപ്പോൾ വേണി അവിടെ ഇരുന്നിട്ട്, മുത്തശ്ശിയെ, എൻ്റെ ഒരു സിമ്പിൾ ഡൗട്ടാട്ടോ, അത് ക്ലിയർ ചെയ്തിട്ടേ. എന്താണെന്ന് വെച്ചാൽ ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ വൃത്തിയാക്കി തരാം. ശരി, എന്താ ചോദിക്കാം. എന്താ നിൻ്റെ ഇപ്പം സിമ്പിൾ ഡൗട്ട്? പണ്ട് ഞാൻ ഇവിടെ വന്ന ടൈമിൽ ഞാൻ കരാട്ടയും കളരിയൊക്കെ കാണിച്ച് മുത്തശ്ശിനെ ഒന്ന് വിരട്ടി വെച്ചത് മുത്തശ്ശിക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശി വേഗം അത് ആലോചിക്കുകയാണ് കേട്ടോ. വല്ലാണ്ട് എക്സ്പ്രഷൻ ഇട്ടേ. മുത്തശ്ശി അത് ആലോചിക്കാനും അതിലേക്കൊന്നും പോവണ്ട കേട്ടോ, അഭിനയിക്കല്ലേ. അത് അത്ര വേഗമൊന്നും മറന്നു പോകാൻ വഴിയില്ല. അതോ ഇപ്പം നീ ഇത് ചോദിക്കാൻ കാര്യം എന്താ എന്ന് ചോദിച്ചു. അല്ല, അതല്ല, എന്താന്ന് വെച്ചാലേ അന്ന് ഞാൻ ആ കാണിച്ച പണിക്ക് മുത്തശ്ശിയപ്പോൾ എനിക്ക് തിരിച്ച് പണി തരുന്നതാണോ എന്നെനിക്കൊരു ഡൗട്ട്. എന്താ ഒരു പ്രതികാര ഫീല്? എന്താ മുത്തശ്ശി സത്യം പറയട്ടോ, ഞാൻ അന്ന് തന്ന പണിക്കുള്ള പ്രതികാരം വല്ലാണോ ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശി നിന്ന് ചിരിയോട് ചിരി. എൻ്റെ പൊന്ന് വേണിമോളെ, അല്ലാതെ നിന്നോടോ, നിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാ, അല്ലാണ്ട് ഒരു പ്രതികാരം അല്ല കേട്ടോ. ഒരു കുഴപ്പമില്ലാതെ ആ കുഞ്ഞിനെ നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാട്ടോ. നിൻ്റെ കുഞ്ഞിനെ ആദ്യം ഈ കൈകളിലേക്കായിരിക്കും ഞാൻ ഏറ്റുവാങ്ങാം. പിന്നെ വേറെ ആർക്കും ഞാൻ ആ കുഞ്ഞിനെ കൊടുക്കില്ല കേട്ടോ. നിൻ്റെ നന്ദനിയമ്മ ചോദിച്ചാൽ പോലും ഞാൻ കൊടുക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേണിക്ക് സങ്കടമായി. പിന്നെ നീ വേറെ ആരോടും പറയില്ലെങ്കിലേ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ അത് മുത്തശ്ശിയെ? മറ്റൊന്നുമല്ല, കുഞ്ഞിനിടാനുള്ള ഒരു പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. 1 അല്ല കേട്ടോ, 2 എണ്ണം. ആൺകുട്ടിയാണെങ്കിൽ ഒരു പേര്, പെൺകുട്ടിയാണെങ്കിൽ ഒരു പേര്. ഇത് കണ്ടപ്പോഴത്തേനും വേണിക്ക് വിഷമായിട്ടോ, പറ്റിക്കാണല്ലോ എന്ന് ഓർത്തപ്പോൾ. മുത്തശ്ശിയെ, എന്താ വേണി, നിനക്കെന്തോ എന്നോട് പറയാനുണ്ടല്ലോ. അത് പിന്നെ മുത്തശ്ശിയെ. അപ്പം നന്ദിനി അമ്മ കയ്യിലൊരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഇതാ വേണിമോളെ എന്ന് പറഞ്ഞു. അയ്യോ, വേണിമോള ആകെ ക്ഷീണിച്ചു പോയല്ലോ. മതിയമ്മേ, മുഖമൊക്കെ വല്ലാണ്ടായി. ഇന്ന് ഇത്ര മതിയമ്മേ എന്ന് പറഞ്ഞു. ഇതാ മോളെ, ഇതങ്ങ് കുടിക്കുക. എനിക്ക് വേണ്ട നന്ദിനിയമ്മേ. അതെന്താ? നിനക്കിത് ഇഷ്ടമായിരുന്നല്ലോ, ഇപ്പം എന്താ പറ്റിയത് നിനക്ക്? അല്ല നന്ദിനിയമ്മേ, എന്തൊട്ടാണാവോ എനിക്കറിയില്ല. എനിക്ക് ഒന്നും കുടിക്കാനും കഴിക്കാനും ഒന്നും എനിക്ക് തോന്നണില്ല നന്ദിനിയമ്മേ. വയറ്റിലുള്ളപ്പോൾ ഇങ്ങനെയൊക്കെയാ. ചിലപ്പോൾ അങ്ങനെ ആർത്തിയായിരിക്കാം, ചിലപ്പോൾ ഒന്നും കഴിക്കാനും തോന്നില്ല. അത് സ്വാഭാവികം നന്ദിനിയമ്മേ. ഞാൻ പിന്നെ കുടിച്ചോളാം നന്ദിനിയമ്മേ എന്ന് പറഞ്ഞു. അതെ, ഇന്നൊരു വിശേഷമുണ്ട് കേട്ടോ. നമ്മുടെ മിഥുനില്ലേ, ശ്യാമേണ്ണെ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നേ. മിഥുൻ്റെ അച്ഛനും അമ്മയും ആരതിയെ കാണാനായിട്ട് നാളെ വരുന്നു. ഹൈ, അത് കൊള്ളാലോ നന്ദിനിയമ്മേ. വേഗം ചാടി എഴുന്നേറ്റു. നല്ല ഹാപ്പി ന്യൂസ് അല്ലേ? അപ്പം നാളെ നമ്മുടെ ഡോക്ടർ ചുള്ളൻ്റെ അച്ഛനും അമ്മയും വന്ന് കണ്ടാലേ നാളെ തന്നെ കല്യാണം ഉറപ്പിക്കുമോ? നാളെ നിശ്ചയത്തിനൊരു ഡേറ്റ് എടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ അമ്മേ? നന്ദിനിയമ്മേ, നമ്മുടെ ഡോക്ടർ ചുള്ളൻ്റെ അച്ഛനും അമ്മയുമേ ആരതി മോളെ കാണാൻ വരുന്ന കാര്യം നമ്മുടെ ചേട്ടച്ചാരെയും ഗൗരി അറിയിക്കണ്ടേ?
അയ്യോ, ഗൗരിയെ ശങ്കറിനെ മാത്രം അറിയിച്ചാൽ പോരെ മോളെ, ചാരങ്ങാട്ടുകാരോട് എല്ലാവരോടും പറയണം. ചാമേട്ടൻ വേണിയുടെ അച്ഛനെ വിളിച്ച് കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭയങ്കര സന്തോഷത്തിലായി. അല്ല വേണി മോളെ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. നിന്റെ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ഏതോ ഒരു വേലക്കാരി ഇങ്ങോട്ട് വിടുന്ന കാര്യം നിന്റെ അച്ഛൻ പറഞ്ഞതല്ലേ? ആ അവതാരം ഇനി എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കുന്നത്? ആ, എന്തിനാമ്മേ വേണിയുടെ കാര്യങ്ങൾ നോക്കാൻ പുറത്തുനിന്നൊരാൾ? നമ്മളൊക്കെ ഇവിടെ ഇല്ലേ, അതുപോരെ മോളെ. നീ തന്നെ നിൻ്റെ അച്ഛനെ വിളിച്ച് ആരെ ഇങ്ങോട്ടേക്ക് വിടണ്ട, നിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയേ. ഞാനത് പറയാട്ടോ, പക്ഷേ എങ്കിൽ അച്ഛൻ കേൾക്കുമെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നീ കാര്യമായിട്ട് പറയണം. നിന്നേക്കാൾ 12 മടങ്ങാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. മുത്തശ്ശിയെ എന്ന് വിളിച്ചുകൊണ്ട് വേണി ഇങ്ങനെ ചാടുകയാണ്. അപ്പോൾ ഇവർ നിന്ന് ചിരിയോട് ചിരി. ഇത് കണ്ടപ്പോൾ തന്നെ വേണിക്ക് സത്യത്തിൽ ചിരിയാണ് കേട്ടോ വന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.